ഇത് മതി, ഇത് ധാരാളം മതി, ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. ഇത് മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. പാല് കൊടുത്തുകൊണ്ട് കിടന്നിരുന്ന സ്ത്രീയുടെ പള്ളയിൽ കത്തി കുത്തി ഇറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു വാക്ക് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത്. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട്. പിന്നീട് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് തോന്നിയാസം പറയാനുള്ള സ്ഥലമല്ല ഇത്. പിന്നീട് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്. ഹിന്ദുക്കളെ ആരും സംഖ്യകളെന്ന് വിളിക്കുന്നില്ല, മുസ്ലിംസിനെ ആരും കോയ എന്ന് വിളിക്കുന്നില്ല. അങ്ങനെ വിളിക്കുക, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ്. ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ്. വ്രണം പൊട്ടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ദയയും നമ്മൾ പ്രതീക്ഷിക്കരുത്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അയ്യോ കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയും. ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം സ്ത്രീകളിൽ നിങ്ങൾ അത് നടത്തുന്നു. അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? എന്ന് സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ആരിഫ് ഹുസൈൻ തെരുവത്ത് നോക്കൂ, ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല അങ്ങയോട് ചോദിച്ചത്. അങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാളോ ഈ പണ്ടാരം കേൾക്കുന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഇത് ഒരു ചർച്ച നടത്തുന്നത് സമൂഹം മുന്നോട്ട് പോകാനാണ്, സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല. ചർച്ച നടത്തുന്നത് സമൂഹം മുന്നോട്ട് പോകാനാണ്, സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല. അത് മാത്രമല്ല, ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ വളരെ തെറ്റായ തരത്തിലുള്ള ഉദ്ദേശങ്ങളും കൂടിയുണ്ടെന്ന് ശ്രീ ഫസൽ ഗഫൂർ വ്യക്തമാക്കുകയും ചെയ്തു. അത് പിൻവലിക്കേണ്ട ബാധ്യത അങ്ങയുടേതാണ്. അങ്ങ് തുടക്കം മുതൽ ഉപയോഗിച്ച വാക്കുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. മനുഷ്യന്റെ ഒരു അവസ്ഥയെ വിഷയം പറയുമ്പോൾ ആ വിഷയം പറയാതെ മറ്റു കാര്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും പ്രവാചകനിലേക്കും വരെ എത്തിയെത്തുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്നവരാണ്. സ്വാഭാവികമായും വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതുണ്ട്. ഇനി എപ്പോഴും ഞാൻ അത് ഓർക്കും ഡോക്ടറെ. എന്റെ മയ്യത്തട്ടിൽ എടുക്കുന്നത് വരെ ഞാൻ അത് ഓർക്കും എന്നുള്ളതാണ് വിശ്വാസം തന്നെയാണ് ഈ അജണ്ടയായിട്ട് മാറുന്നത്. വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ. എന്താലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. ഝാൻസി റാണിയും ഭരിച്ചൊരു രാജ്യമാണ്. അപ്പൊ നമുക്ക് എല്ലാ സമുദായങ്ങളും എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്. അയാളെന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയാം. മുമ്പോട്ട് വന്ന സ്ത്രീകളുണ്ട്. പക്ഷേ ലൈംഗികതയുമായി സംബന്ധിച്ച് കൺസർവേറ്റീവ് പൊസിഷന് ചില ആശങ്കകളും. തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല. നല്ല പ്രായം ഉണ്ടല്ലോ, വല്ല പണിക്ക് പോയിക്കൂടെ? അയ്യോ പണ്ടാറ